നമ്മൾ എടുക്കാൻ പോകുന്നത് ബീഫാണ് കേട്ടോ. ബീഫിന്റെ സ്പെഷ്യൽ കേരള സ്റ്റൈൽ റോസ്റ്റ് ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ വീട് ഒരു ബീഫ് നിരോധിത മേഖല ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബീഫ് വെച്ചിട്ടുള്ള റെസിപ്പീസ് കാര്യങ്ങളൊന്നും ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അധികവും ഞാൻ ബീഫാട്ടോ കഴിക്കുക. എല്ലാ മലയാളികളെ പോലെ തന്നെ ബീഫും പൊറോട്ട തന്നെയാണ് എൻ്റെയും ഫേവറേറ്റ്. അപ്പോൾ ഇന്ന് നമുക്ക് അച്ഛൻ ബീഫ് കൊണ്ടുവന്ന സമയത്ത് ഇത് എങ്ങനെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് യൂട്യൂബ് ചാനലൊക്കെ നോക്കിയിട്ടാണ് ഞാൻ ഈ ഒരു റെസിപ്പിയിൽ ഫൈനലൈസ് ചെയ്തത്. അപ്പോൾ കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് പഠിക്കാമല്ലേ. അപ്പം ഞാൻ ഇതിനു വേണ്ടി ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് ബീഫിൽ നല്ല കുരുമുളകും ഉപ്പും മുളക് പൊടിയൊക്കെ ചേർത്ത് മഞ്ഞളൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചിട്ട് ഞാനൊരു കുക്കറിലേക്ക് അങ്ങ് വെച്ചിട്ടോ. അതിനുശേഷമാണ് നമ്മളിത് വറവിടുന്നൊരു പരിപാടി തുടങ്ങിയത്. അതായത് ഒരുപാട് തേങ്ങാക്കൊത്തും പിന്നെ ഈ ചുവന്ന മുളകും വറ്റൽമുളകും എന്ന് പറയും, പിന്നെ കറിവേപ്പില, ഇതൊക്കെ നന്നായിട്ട് വഴറ്റുക. ഈ തേങ്ങാക്കൊത്ത് നല്ല ബ്രൗണിഷ് കളറാവണം കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്, അത് അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ. ഇപ്പോൾ വരുന്നൊരു സ്മെല്ലുണ്ട്, അടിപൊളി സ്മെല്ലാണ്. എനിക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ ഒരു വഴറ്റുമ്പോഴുള്ള സ്മെല്ല് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നെപ്പോലെ തന്നെ എല്ലാവർക്കും ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവില്ലേ കുക്കിങ്ങൊക്കെ ചെയ്യുന്ന സമയത്ത്. അപ്പം നന്നായിട്ട് ഒതുങ്ങുന്ന രീതിയിൽ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഉണ്ടല്ലോ, ആ ബീഫ് ആ വെള്ളത്തോടു കൂടി തന്നെ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ബീഫ് വഴറ്റിയതിൻ്റെ ആ ഒരു സ്മെല്ല് വരും. അതിലേക്ക് ലാസ്റ്റ് കുറച്ച് കുരുമുളകും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ്.